BLM Kerala, Tamil Nadu, Pondicherry. 25 വർഷം പ്രതിവിധാനം ചെയ്ത പത്തനാപുരം മണ്ഡലം KB ഗണേഷ് കുമാറിനെ കൈവിട്ടതിന് പിന്നിൽ നിർണായകമായത് ഉമ്മൻചാണ്ടി ഫാക്ടർ. സോളാർ കേസിലെ പ്രതി എഴുതിയ കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കാൻ നടത്തിയ ഗൂഢാലോചന ഗണേഷിന് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. ഇതോടൊപ്പം NSS താലൂക്ക് യൂണിയനുമായുണ്ടായ പ്രശ്നങ്ങളും പരാജയത്തിലേക്ക് പാത തുറന്നു. മന്ത്രിസഭയിൽ നിന്ന് പുറത്തായതിൽ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് പ്രതികാരബുദ്ധിയോടെ പെരുമാറിയതായി ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസ് ഉൾപ്പെടെ വെളിപ്പെടുത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ സോളാർ കേസിലെ പ്രതി എഴുതിയ കത്തിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തതെന്നാണ് ആരോപണങ്ങളിൽ മറ്റൊന്ന്. കേസ് ഇപ്പോൾ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കേസിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ഗണേഷ് കുമാർ നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയിരുന്നു. മാങ്കൂട്ട് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കി ഗണേഷ് കുമാർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുകയായിരുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ വെളിപ്പെടുത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാർ ചെയ്ത അനീതികൾ മകൻ എണ്ണി പറഞ്ഞതും വോട്ടർമാർ ഏറ്റെടുത്തു. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന അടിക്കുറിപ്പോടെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് ബോർഡുകൾ മണ്ഡലത്തിലൊട്ടാകെ കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്താണ് പത്മ കഫേയുമായി ബന്ധപ്പെട്ട NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ ഭാരവാഹികളും ഗണേഷ് കുമാറും തമ്മിലുള്ള അകൽച്ച തുടങ്ങിയത്. ഗണേഷിന്റെ വിജയത്തിൽ നിർണായകമായ ഘടകമായിരുന്നു NSS പിന്തുണ. ഇത്തവണ കാര്യമായി ലഭിച്ചിരുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെയായിരുന്നു ഗണേഷും ഭാര്യ ബിന്ദു മേനനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉണ്ടായത്. ഇതും വോട്ടർമാർക്കിടയിൽ ചർച്ചയായിരുന്നു. എന്നാൽ മണ്ഡലത്തിൽ വർഷങ്ങളായി നടത്തിയ വികസനവും KSRTCയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളുമെല്ലാം മുൻനിർത്തി വിവാദങ്ങളെ മറികടക്കാനായിരുന്നു ഗണേഷ് കുമാറിന്റെ ശ്രമം. അതേസമയം ഗണേഷ് കുമാറിന്റെ പരാജയം ബാധിക്കുന്നത് കേരള കോൺഗ്രസ് B എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയെ കൂടിയാണ്. നിയമസഭയിൽ പാർട്ടിക്ക് പ്രാതിനിധ്യം ഇല്ലാതായി തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രം പ്രാതിനിധ്യമുള്ള പാർട്ടിയായി മാറുകയും ചെയ്തു. പത്തനാപുരത്തെ KB ഗണേഷ് കുമാറിന്റെ തോൽവി കേരള കോൺഗ്രസ് Bയുടെ അടിത്തറയിളക്കി. പാർട്ടി പിറവിക്ക് ശേഷം ആദ്യമായി MLA ഇല്ലാതായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മുൻപ് പാർട്ടി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ തോറ്റപ്പോഴും പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ വിജയിച്ചിരുന്നു. 2006-ൽ CPM സ്ഥാനാർത്ഥിയായ ഐഷ പോറ്റിയോട് R ബാലകൃഷ്ണപിള്ള പരാജയപ്പെട്ടതോടെ കൊട്ടാരക്കരയിൽ പിള്ളയുഗം അവസാനിച്ചെങ്കിലും പാർട്ടി നിലനിന്നു. കേരള കോൺഗ്രസ് B LDFൽ ചേർന്നതോടെ കൊട്ടാരക്കര സീറ്റ് നഷ്ടമായി. 2021-ൽ തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ശേഷമാണ് R ബാലകൃഷ്ണപിള്ള മരിക്കുന്നത്. പിള്ളയില്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിക്കുണ്ടായിരുന്ന ഏക സീറ്റിലും തോറ്റു. ബാലകൃഷ്ണപിള്ള മരിക്കും വരെ കേരള കോൺഗ്രസ് Bയുടെ ആസ്ഥാനം കൊട്ടാരക്കരയായിരുന്നു. കൊട്ടാരക്കരയിലെ വീടിനോട് ചേർന്ന പാർട്ടി ഓഫീസ് മന്ദിരമായിരുന്നു പ്രവർത്തന കേന്ദ്രം. ജില്ലാ കമ്മിറ്റി ഓഫീസും നിയോജകമണ്ഡലം ഓഫീസും ഇവിടെയായിരുന്നു. KB ഗണേഷ് കുമാർ പാർട്ടി ചെയർമാനായതോടെ ആദ്യം ചെയ്തത് കൊട്ടാരക്കരയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് മാറ്റുകയായിരുന്നു. പാർട്ടി യോഗങ്ങളിൽ ചെയർമാൻ പങ്കെടുക്കാതെയായി. കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകാൻ മാനേജർമാരെ നിയമിച്ചെന്ന ആക്ഷേപവും ഉയർന്നു. ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം നിലയുറപ്പിച്ചവരെല്ലാം പാർട്ടിയോട് പിണങ്ങി അകന്നു. 28 ജനപ്രതിനിധികളുണ്ടായിരുന്ന പാർട്ടിക്ക് പത്തനാപുരത്തും കൊട്ടാരക്കരയിലും പുനലൂരിലും നിലവിലുള്ളത് 11 പേർ മാത്രമാണ്. BLM Kerala, Tamil Nadu, Pondicherry.